വിഴിഞ്ഞത്ത് നിന്ന് മീൻ പിടിക്കാൻ പോയി കാണാതായ മത്സ്യത്തൊഴിലാളികളിൽ 8 പേരെയും തിരികെ കിട്ടി. 4 പേരാണ് ഇന്ന് വൈകുന്നേരം ആശ്വാസ തീരത്തെത്തിയത്. ഇനി തിരച്ചിലിനിടെ കാണാതായ ഒരാളെ കൂടി കണ്ടെത്താനുണ്ട്. അതിനുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു. തിരയിൽപ്പെട്ടും എഞ്ചിൻ തകരാർ സംഭവിച്ചുമാണ് 2 വള്ളങ്ങൾ കടലിൽ അപകടത്തിൽപ്പെട്ടത്. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്ന 3 ദിവസമായില്ല. ഞങ്ങളുടെ സഹോദരങ്ങൾ ഈ വെള്ളത്തിൽ കിടന്ന് മല്ലടിക്കണം, ജീവനോടെ കിടന്ന് മല്ലടിക്കണം. മക്കളെ കൊണ്ട് എത്തിച്ചു തരുവാൻ വേണ്ടി അധികാരികൾ മുന്നിട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദിവസങ്ങൾ മുന്നോട്ട് കടന്നുപോയപ്പോൾ ആശങ്കയും വലുതായി. അവർക്ക് വിങ്ങിപ്പൊട്ടാതെ വഴിയില്ലല്ലോ. ഉറ്റവരുടെ ജീവനിൽ പ്രതീക്ഷയുണ്ടെന്ന് ആവർത്തിച്ചു. പ്രതീക്ഷയ്ക്ക് പിന്തുണ നൽകണമെന്ന് അപേക്ഷിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണുകൾ തുറക്കണമേ. ഞങ്ങളുടെ സഹോദരങ്ങൾ ഇന്ന് 3 ദിവസമായി ബോട്ടിൽ ഉൾക്കടലിൽ കിടക്കുന്നുണ്ടപ്പാ. പ്രതീക്ഷയുടെ ആദ്യ വാർത്ത കരയിലെത്തി. ഞാൻ ചുമ്മാ വീട്ടിൽ നിന്നപ്പോൾ എനിക്കൊരു കോൾ വന്നായിരുന്നു. കോൾ എന്ന് പറയുമ്പോൾ എനിക്ക് ആ നമ്പർ ആളാണ് എനിക്ക് പരിചയമില്ലായിരുന്നു. അങ്ങനെ ഞാൻ സംസാരിച്ച് നോക്കിയപ്പോൾ റാവൺസ് എന്ന് പറഞ്ഞു. റാവൺസ് എന്ന് പറഞ്ഞാൽ എനിക്ക് പണി പഠിപ്പിച്ചിരുന്ന ആൾ. അത് നോക്കിയപ്പോൾ ഈ വള്ളവും ഇവിടെ എല്ലാം കന്യാകുമാരി കഴിഞ്ഞ് വരണം എന്ന് പറഞ്ഞു. പിന്നീട് മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പ്. ദൂരെ തെളിയുന്ന ആശ്വാസ കാഴ്ചയെ കാത്ത് നിറഞ്ഞ കണ്ണുകൾ. 4 മണിയോടെ മത്സ്യത്തൊഴിലാളികൾ തിരികെ കരയിലേക്ക്. തിരികെ എത്തിയവർക്കടുത്തേക്ക് ഉറ്റവർ ഓടിയെത്തി. നമ്മുടെ പ്രാർത്ഥന ഫലം കണ്ടു തന്നെയാണ്. പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് തന്നെ. ആരായിരുന്നു പോയിരുന്നത്? സഹോദരനാണ്. അമ്മയുടെ എത്തി. എന്തെങ്കിലും വളരെ സന്തോഷം. ഇനിയിപ്പോ ആശുപത്രിയിലേക്ക് പോകും. റോബിൻസൺ, ദാസൻ, ഡേവിഡ്സൺ, ശബരിയാർ എന്നിവരാണ് തിരികെ എത്തിയത്. പിന്നാലെ മറ്റു 4 പേരെ കൂടി കന്യാകുമാരിയിൽ നിന്ന് തമിഴ്നാട്ടിലെ മത്സ്യത്തൊഴിലാളികൾ രക്ഷപ്പെടുത്തിയെന്ന വാർത്ത പുറത്തു വന്നു. തലകീഴായി മറിഞ്ഞ ബോട്ടിൽ തൂങ്ങിക്കിടക്കുന്ന നിലയിലാണ് മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തിയത്. ഫോണിൽ വിളിച്ച് സ്വന്തമായവരുടെ ശബ്ദം കേട്ടപ്പോൾ ആശ്വാസത്തിലെത്തിയ ചിലർ. സന്തോഷമുണ്ട്. പരിശുദ്ധ അമ്മയുടെ കൃപയാല് രക്ഷകനായ യേശു ക്രിസ്തു ഞങ്ങൾക്ക് പുതുജീവനായിട്ട് സഹോദരങ്ങളെല്ലാം തിരിച്ചു തന്ന ദൈവത്തിന് 1000 നന്ദി സ്തുതിയും അർപ്പിക്കുന്നു. സംസാരിക്കാൻ പറ്റിയോ? വന്നിറങ്ങിയപ്പോൾ സംസാരിക്കാൻ പറ്റിയില്ല. നമ്മൾ ദൂരോട്ടാണ് നിന്നത്. പിടിച്ചു കൊണ്ടുപോകണം. അതുകൊണ്ട് രാവിലെ 2ാം ഘട്ടത്തിൽ രക്ഷപ്പെടുത്തിയ 4 പേരെ നിലവിൽ കുളച്ചൽ ഹാർബറിലേക്ക് മാറ്റി. റോഡ് മാർഗമാകും അവരെ വിഴിഞ്ഞത്തേക്ക് എത്തിക്കുക. ആദ്യ അപകടത്തിൽ കാണാതായ സെലസ്റ്റിലിനെയാണ് ഇനി കണ്ടെത്താനുള്ളത്.